മുണ്ടക്കയം സബ് ട്രഷറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. 1,74,00,000 രൂപ വിനിയോഗിച്ചാണ് ഇരുനില കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. മുണ്ടക്കയം പഞ്ചായത്ത് വിട്ടു നൽകിയ 10 സെന്റ് സ്ഥലത്താണ് സബ് ട്രഷറിക്കായി കെട്ടിടം നിർമ്മിക്കുന്നത്. നിലവിൽ സബ് ട്രഷറി കെട്ടിടം വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് പ്രായമായവർക്കും രോഗികൾ അടക്കമുള്ളവർക്ക് ചെന്നെത്തുവാൻ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. സബ് ട്രഷറിക്കായി പുതിയ കെട്ടിടം പണിയണമെന്ന് ആവശ്യപ്പെട്ട് പെൻഷനേഴ്സിന്റെയും മറ്റ് ഇതര സംഘടനകളുടെയും നേതൃത്വത്തിൽ നിരവധി പ്രതിഷേധങ്ങളും മുണ്ടക്കയത്ത് അരങ്ങേറിയിരുന്നു. ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ തിലകൻ സ്മാരക കെട്ടിടത്തിനോട് ചേർന്ന് പുതിയ സബ് ട്രഷറി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ ഔദ്യോഗിക നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം തന്നെ നടക്കുമെന്ന് പൂഞ്ഞാറമ്മിലെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ പറഞ്ഞു. മുണ്ടക്കയത്തെ ഏറ്റവും വലിയ ഒരു ജനകീയ ആവശ്യമായിരുന്നു സബ് ട്രഷറിക്ക് സൗകര്യപ്രദമായ നിലയിൽ സ്വന്തമായി ഒരു കെട്ടിടമുണ്ടാവുക എന്നുള്ളത്. ദീർഘകാലമായി വാടക കെട്ടിടത്തിൽ വളരെ പരിമിതമായ സൗകര്യത്തിൽ രണ്ടാം നിലയിൽ ബുദ്ധിമുട്ടി ട്രഷറി പ്രവർത്തിച്ചിരുന്ന മൂലം ജനങ്ങളാകെ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. പ്രത്യേകിച്ച് പ്രായമായ പെൻഷൻകാരും മറ്റും അതിൽ വളരെയേറെ കഷ്ടപ്പെടുകയും പലപ്പോഴും ചെറിയ അപകടങ്ങൾ വരെ ട്രഷറിയിൽ വന്ന ആളുകൾക്ക് അസൗകര്യത്തിൻ്റെ പേരിൽ ഉണ്ടാവാനിടയായി. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധവുമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഒരു ട്രഷറിക്ക് ആവശ്യമായ ഫണ്ട് അനുവദിപ്പിക്കുന്നതിനും മറ്റും വലിയ പരിശ്രമം നടത്തുകയും അതുപ്രകാരം ഗവൺമെൻറ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അതിന് അനുകൂലമായ നിലപാടെടുത്തതിൻ്റെ ഫലമായിട്ട് മുണ്ടക്കയം സബ് ട്രഷറിക്ക് 1,74,00,000 രൂപ നമുക്ക് അനുവദിപ്പിക്കുന്നതിന് കഴിഞ്ഞു. അപ്പോൾ സ്ഥലലഭ്യതയായിരുന്ന മറ്റൊരു പ്രശ്നം. മുണ്ടക്കയം പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലും അധീനതയിലുമുള്ള സ്ഥലത്ത് 10 സെൻറ്റ് സ്ഥലം ഇപ്പോൾ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്ന തിലകൻ സ്മാരക നിലയത്തോടനുബന്ധിച്ച് തന്നെ 10 സെൻറ്റ് സ്ഥലം പഞ്ചായത്ത് വിട്ടുതരികയും അങ്ങനെ പഞ്ചായത്ത് ലഭ്യമാക്കിയ ഈ സ്ഥലത്ത് 1,74,00,000 രൂപ വിനിയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ HLL ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ കീഴിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഏകദേശം 3000 സ്ക്വയർ ഫീറ്റോളം വിസ്തൃതിയിൽ 2 നിലയായിട്ടാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം. 1 വർഷമാണ് നിർമ്മാണ കാലാവധിയായി നിശ്ചയിച്ചിട്ടുള്ളത്. അത്രയും ദീർഘിക്കാതെ തന്നെ അതിനു മുമ്പായി തന്നെ 6-7 മാസം കൊണ്ട് പരമാവധി വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് ബന്ധപ്പെട്ട നിർമ്മാണ ചുമതലയുള്ള ഏജൻസിയുടെ കീഴിൽ കരാറെടുത്തിട്ടുള്ള കോൺട്രാക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഔപചാരികമായ നിർമ്മാണ ഉദ്ഘാടനം പരമാവധി വേഗത്തിൽ കഴിയുമെങ്കിൽ ഈ മാസത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ നേരിട്ട് മുണ്ടക്കയത്ത് വന്ന് ഇവിടെ ഔപചാരികമായി നിർവഹിക്കുന്നതാണ്. 2 നിലകളിലായി 3000-ലധികം സ്ക്വയർ ഫീറ്റിലുള്ള കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ പണി പൂർത്തിയാകുന്നതോടെ പ്രായമായ പെൻഷൻകാർ അടക്കമുള്ളവർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.